പവർ കട്ടിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത PDP പ്രവർത്തകന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ സ്വദേശി അഹമ്മദ് കബീറിന്റെ ഫോണാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടിച്ചെടുത്തത്. തൂക്കി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ന്യൂജൻ ആണല്ലോ, ന്യൂജൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത്രേ ഞാൻ പ്രയോഗിച്ചിട്ടുള്ളൂ. കാരണം എന്റെ വികാരം അതാണ്. പാതിരാത്രിക്ക് 2:30 എണ്ണിച്ച് 1.5 മണിക്കൂർ കറണ്ട് പോയിട്ട് എന്റെ മക്കൾ ഉൾപ്പെടെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ ഏതൊരു രക്ഷിതാവും. കാരണം നാളെ അവർക്ക് പഠിക്കാൻ പോകണ്ടേ. അപ്പൊ അത്തരം കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ അത്തരം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പിതാവെന്ന നിലയ്ക്ക് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പ്രതികരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. നമസ്കാരമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട വാർത്ത കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ്. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ പവർ കട്ട് തന്നെയാണ് വിഷയം. കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ പവർ കട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. കഴിഞ്ഞൊരു 10 വർഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കുറച്ച് നേരത്തേക്കൊക്കെ കറണ്ട് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ക്ഷമയില്ല. ഒരു അരമണിക്കൂർ, 10 മിനിറ്റ്, 15 മിനിറ്റ് ആയാൽ പോലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഈ 2 മാസമായിട്ട് ഇപ്പൊ അടിക്കടി ഈ വിധത്തിൽ എപ്പോഴാണ് കറണ്ട് പോകണമെന്നുള്ള ഒരു സമയമൊന്നും പറയില്ല. ഈ പവർ കട്ടാണെങ്കിൽ നേരത്തെയൊക്കെ വളരെ പണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പവർ കട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, എപ്പോൾ വേണമെങ്കിൽ പോവാം. അത് രാത്രിയില്ല, പകലില്ല, അങ്ങനെ പോകുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. അപ്പം അയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. കുറച്ച് ധൈര്യമൊക്കെ വേണമല്ലോ. അപ്പം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഫേസ്ബുക്കിൽ കയറി ഒരു പ്രതിഷേധം അങ്ങ് അറിയിച്ചു. അതിൽ ഈ മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിക്കുന്ന കൂട്ടത്തിൽ എന്തോ പൂക്കി എന്നൊരു വാക്ക് അങ്ങ് പ്രയോഗിച്ചു. അത് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് തീരെ പിടിച്ചില്ല. അവർ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഇതാ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പൂക്കി എന്ന് വിളിച്ചിരിക്കുന്നു എന്നോ മറ്റോ ആക്ഷേപിച്ചിരിക്കുന്നു എന്നോ പറഞ്ഞ് ഒരു കേസ് കൊടുത്തു. വരുന്നു, പോലീസ് വരുന്നു, ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് ഇപ്പോൾ കേസായോ എന്തായി എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ വിഷയം അതല്ല. ഈ പവർ കട്ട് ഈ വിധത്തിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാതെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം പറയുകയും അതിൻ്റെ കൂട്ടത്തിൽ പൂക്കി എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്താൽ തീർച്ചയാണ് കേസ് വരുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായില്ലേ. അപ്പോൾ പൂക്കി എന്ന വാക്ക് പോലും ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വൈദ്യുതി മന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത്, ഇനി സാറേ ഇത് എത്ര കാലം ഉണ്ടാവും? അറിയാതെ ആരെങ്കിലും പൂക്കി എന്ന വാക്ക് പറഞ്ഞു പോയാൽ അപകടമാവില്ലേ? അവരൊക്കെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരില്ലേ? അതുകൊണ്ട് സാറേ ഇനി ഇത് എത്ര കാലം ഉണ്ടാവും സാറേ? 1-2 ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഒരു പുതിയ ഗവൺമെന്റിന് ഒന്നും പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഈ പവർ കട്ട് ഈ സമീപ ഭാവിയിൽ ഉടനെ തീരുമെന്ന ശുഭപ്രതീക്ഷയൊന്നും ആരും വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് ഇപ്പൊ നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പവർ കട്ടിനെ വിമർശിക്കാനൊന്നും ആരും ഇറങ്ങിത്തിരിക്കേണ്ട. അഥവാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും പൂക്കി എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും എന്ന് പറയാലോ. ഈ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ മറ്റൊരു വാർത്ത കേട്ടത്. അതൊന്ന് കണ്ടു നോക്കണം നിങ്ങൾ. എന്താണ് ഈ കറണ്ടില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ എന്നുള്ളത്. കാരണം നമുക്ക് ഈ അനുഭവം ശീലമൊക്കെ കുറച്ച് കാലമില്ലാത്തതിൻ്റെ കുഴപ്പമാണത്. അതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചതിന് പിന്നാലെ പ്രതിഷേധവുമായി രോഗികൾ. 1 മണിക്കൂറിലേറെയായി വൈദ്യുതിയില്ല. ഇഞ്ചക്ഷൻ നൽകുന്നത് മൊബൈൽ വെളിച്ചത്തിലും എമർജൻസി ലൈറ്റ് വെളിച്ചത്തിലുമാണ്. ഇഞ്ചക്ഷൻ മാറിപ്പോയാൽ ആര് ഉത്തരവാദിത്വം പറയുമെന്നാണ് രോഗികൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചു നേരത്തേക്ക് കറണ്ട് പോയാലുണ്ടാവുന്ന ദുരിതങ്ങളുടെ ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ഇതിനും പരാതി പറയാവോ എന്നറിയില്ല. ഇനി പരാതി പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്ത് ഈ പരാതി പറഞ്ഞവനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമോ എന്നറിയില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.